ഹലോ, ഇന്ന് ഞാനിങ്ങനെയുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ റോൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ അതങ്ങനെ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ PVC പൈപ്പ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ. ഇനി ഞാനിത് എങ്ങനെയുള്ള ഒരു ഗോൾഡൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇത് ഒപ്പനയ്ക്കും കോൽക്കളിക്കൊക്കെ നമ്മൾ വെട്ടി ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു പേപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതാ ഈ ഒരു റോളിൻ്റെ മുകളിലോട്ട് ഈ ഒരു പേപ്പർ നമുക്കതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേസ്റ്റ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ഞാൻ ഒരുപാട് ക്രാഫ്റ്റുകൾ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പോയി കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു ഫെവിക്കോൾ ഒട്ടിച്ചിട്ട് ഇതാ ഈ ഒരു പേപ്പർ ഇതിൻ്റെ മുകളിലോട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു റോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ബുക്കുകളൊക്കെ പൊതിയാൻ വേണ്ടിയിട്ട് മേടിക്കുന്ന ആ ഒരു കവറില്ലേ, അതിനകത്ത് ഉള്ളിലുണ്ടായിരുന്ന ഒരു റോളാണ് കേട്ടോ ഇത്. അങ്ങനെ ഗോൾഡൻ കളർ പേപ്പർ ഇതാ ഒട്ടിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ ഒരു സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഈ ഒരു കുഴലിൻ്റെ ആ ഒരു അറ്റത്തായിട്ട് ആദ്യം ഇങ്ങനെ ഒന്ന് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കാം. ഫെവിക്കോൾ തന്നെയായിട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആദ്യം ഇങ്ങനെ നേർരേഖയിലാണ് ചുറ്റിയെടുക്കേണ്ടത്. അതിന് ശേഷം രണ്ടാമത്തെ ചുറ്റൽ മുതൽ നമുക്കിങ്ങനെ ഒന്ന് വളച്ചിട്ടാണ് കേട്ടോ ചുറ്റിയെടുക്കേണ്ടത്. അപ്പോൾ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും എങ്ങനെയാണ് ചുറ്റിയെടുക്കേണ്ടതെന്നുള്ളത്. ആ സമയത്ത് പശ തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, കുറച്ച് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം ചുറ്റിയെടുത്താൽ മതിയാവും. ഇനി അവസാനം എത്തുന്ന സമയത്താണ് ഞാൻ ഇങ്ങനെ പശ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇങ്ങനെ ആ അരികത്ത് ഒന്ന് പശ തേച്ചിട്ട് ആദ്യം ചെയ്ത പോലെ തന്നെ ഒന്ന് നേർരേഖയിൽ ഇതങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തതിന് ശേഷം നമുക്ക് കത്രിക വെച്ചിട്ടൊന്ന് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കുഴൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇവിടെ ഞാനിതാ മുളനൂല് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഒന്ന് 3 വിരലിൽ ചുറ്റി ഇങ്ങനെ എടുക്കണം. ഒരു 10-20 പ്രാവശ്യം നമുക്കിങ്ങനെ ഒന്ന് ചുറ്റിയെടുത്തിട്ട് അത്യാവശ്യം കട്ടിയിലൊന്ന് എടുക്കാം കേട്ടോ. അങ്ങനെ ഞാനിതാ മുഴുവനായിട്ട് ചുറ്റിയെടുത്തതിന് ശേഷം ഇനി കയ്യിൽ നിന്ന് പതിയെ അങ്ങ് ഊരി എടുത്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു ചെറിയ കഷ്ണം വൂളനൂല് എടുത്തിട്ട് ആദ്യം ചുറ്റിയ ആ ഒരു വൂളനൂലിൻ്റെ അരികത്ത് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മുറുക്കി കെട്ടി കൊടുക്കാം. ഇനി കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ള ആ ഒരു വൂളനൂലിൻ്റെ ആ 2 ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് കത്രിക വെച്ചിട്ട് മുറിച്ചെടുക്കാം. ഇനി ആ നീണ്ടു കിടക്കുന്ന ഭാഗത്തിൻ്റെ നടുഭാഗത്ത് ഇതാ ഇങ്ങനെ ഒന്ന് കത്രിക വെച്ചിട്ട് ആ ഒരു നൂലൊക്കെ ഒന്ന് 2ആക്കി മുറിച്ചെടുക്കാം. അതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഷേപ്പാക്കി കൊടുക്കാം കേട്ടോ. ഇനി ഞാനൊരു വലിയ സൂചിയിൽ വൂളനൂല് കോർത്തെടുത്തതിന് ശേഷം അതിലിത് അങ്ങനെയുള്ള വെള്ളമുത്തുകൾ കോർത്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു ഭാഗം നമുക്കിതാ ഈ ഒരു ആദ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കുഞ്ചലം മരത്തെ സംഭവമില്ലേ, അതിൻ്റെ മുകളിലോട്ട് ഇത് അങ്ങനെ ഒന്ന് ചേർത്ത് കെട്ടി കൊടുക്കാം. ഇനി ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ആ നൂലിൻ്റെ ഭാഗങ്ങളൊക്കെ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് ലെവലാക്കി കൊടുക്കാം. ഇനി നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കുഴലിൻ്റെ ഒരു ഭാഗത്തായിട്ട് അതൊന്ന് കെട്ടി കൊടുക്കണം. ഒന്നെങ്കിൽ വൂളനൂല് കുറച്ച് നീളത്തിലെടുത്തിട്ട് അതൊന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇതാ ഫെവിക്കോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം അതൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് ഒട്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഫെവിക്കോളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു മയിൽപ്പീലിയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ ഒരു മയിൽപ്പീലിൻ്റെ ഒരു തലഭാഗമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതാ അവിടെ ഈ ഒരു നൂലിങ്ങനെ തൂക്കിയിട്ടിട്ടില്ലേ, അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്കിത് അങ്ങനെ ഒന്ന് പശ തേച്ചിട്ട് ഈ ഒരു മയിൽപ്പീലി അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ശ്രീകൃഷ്ണ ജയന്തി അല്ലേ വരുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കയ്യിൽ കൊടുക്കാൻ പറ്റിയുള്ള നല്ല അടിപൊളി ഒരു ഓടക്കുഴൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.